2024 ഹരിത ഊർജ്ജ സ്രോതസ്സുകളെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നിക്ഷേപങ്ങളിലും ശ്രമങ്ങളിലും ഇന്ത്യ ഗണ്യമായ വർധനവിന് സാക്ഷ്യം വഹിച്ചു. ഇത് നിക്ഷേപകരെ ഹരിത ഊർജ്ജ സ്റ്റോക്കുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചു. ഈ മേഖലയിൽ സൗരോർജ്ജം, റിന്യൂവബിൾ എനർജി, ബാറ്ററി സംഭരണ സംവിധാനങ്ങൾ, ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയവയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നയങ്ങൾക്കും സ്വതന്ത്ര വരുമാന സാധ്യതകൾക്കും പിന്തുണ നൽകുന്ന രീതിയിൽ സർക്കാർ പ്രോത്സാഹനങ്ങൾ വരുത്തിയതും ഈ മേഖലയിൽ പ്രധാന ഘടകമായി. തുടർച്ചയായ നയ പിന്തുണ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, വർദ്ധിച്ചുവരുന്ന നിക്ഷേപകരുടെ ആത്മവിശ്വാസം എന്നിവയോടെ ഹരിത ഊർജ്ജ മേഖല കൂടുതൽ വിപുലീകരണത്തിന് ഒരുങ്ങുകയാണ്. 2025 പുതിയ അവസരങ്ങൾക്കായി ഒരു ആവേശകരമായ വർഷമാക്കി മാറ്റുന്നു. 2025 ശ്രദ്ധിക്കേണ്ട മികച്ച ഗ്രീൻ എനർജി സ്റ്റോക്കുകളുടെ വിശദാംശം നോക്കാം. JSW എനർജി ലിമിറ്റഡ്. JSW എനർജി ലിമിറ്റഡ് ഒരു പവർ കമ്പനിയാണ്. വൈദ്യുതി ഉൽപ്പാദനം, ട്രാൻസ്മിഷൻ, പവർ ട്രേഡിംഗ്, ഖനനം, ഉപകരണ നിർമ്മാണം എന്നീ മേഖലകളിൽ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു. 2012 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ കമ്പനി 2600 മെഗാവാട്ട് ഉൽപ്പാദന ശേഷി കൈവരിക്കുകയും 13,594 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. Technical performance. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 69.32%, FII 14.92%, DII 9.78%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 1708, ഏണിംഗ് പെർ ഷെയർ 10.5, റേഷ്യോസ് 8.26. JSW എനർജി ദക്ഷിണ കൊറിയയിലെ LG എനർജി സൊല്യൂഷനൊപ്പം $1.5 ബില്യൺ സംയുക്ത സംരംഭത്തിലൂടെ ഇന്ത്യയിൽ 10 ജിഗാവാട്ട് മണിക്കൂർ ശേഷിയുള്ള ബാറ്ററി പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. EVകളുടെ ബാറ്ററി നിർമ്മാണത്തിനും പുനരുപയോഗ ഊർജ്ജ സംഭരണത്തിനും ഉദ്ദേശിച്ച ഈ സംരംഭം ഭാവിയിൽ വിപുലമായ വളർച്ചയുടെ സാധ്യതകളാണ് സൂചിപ്പിക്കുന്നത്. 2024 സെപ്റ്റംബറിൽ അവസാനിച്ച പാദത്തിൽ JSW എനർജി 853 കോടി രൂപ അറ്റാദായം റിപ്പോർട്ട് ചെയ്തു. ഒരു വർഷം മുമ്പ് രേഖപ്പെടുത്തിയ 850 കോടി രൂപയിൽ നിന്ന് ചെറിയ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ പ്രവർത്തന വരുമാനം 1% കുറയുകയും 3237 കോടി രൂപയിലേക്ക് കുറഞ്ഞു നിന്ന് ഉപഭോക്തൃ ആവശ്യത്തിനും താരിഫ് പരിഷ്കരണങ്ങൾക്കും മാറ്റം വന്നതിന്റെ ഫലമാണ് ഇത്. വാർഷിക വൈദ്യുതി ഉൽപ്പാദനം 14% വർദ്ധിച്ച് 9.8 ബില്യൺ യൂണിറ്റുകളായി ഉയർന്നു. കാറ്റാടികളുടെ കൂട്ടിച്ചേർക്കലും താപജല വൈദ്യുത നിലയങ്ങളുടെ കാര്യക്ഷമതയും ഇതിന് കാരണമായി. ഹരിത ഹൈഡ്രജൻ പ്ലാന്റിന്റെ സിവിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും 2025 മാർച്ചിൽ ഇത് പ്രവർത്തനക്ഷമമാക്കുമെന്നും കമ്പനി സൂചിപ്പിക്കുന്നു. JSW എനർജി ഭാവിയിൽ ഗ്രീൻ എനർജിയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് ദീർഘകാല നിക്ഷേപത്തിനായി ആകർഷകമായ ഓഹരിയായി ഇത് മാറ്റുന്നു. EV ബാറ്ററി നിർമ്മാണത്തിൽ LG എനർജി സൊല്യൂഷനൊപ്പം ഉണ്ടായിരിക്കുന്ന ഈ സംയുക്ത സംരംഭം വലിയ വളർച്ചാ സാധ്യതകൾ നൽകും. ഗ്രീൻ എനർജിയിലേക്ക് സംഭാവന, ഉയർന്ന സാധ്യതകളുള്ള സംയുക്ത സംരംഭങ്ങൾ എന്നിവ മൂലം JSW എനർജി 2025 ട്രാക്ക് ചെയ്യേണ്ട മികച്ച ഗ്രീൻ എനർജി ഓപ്ഷനായി തുടരുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. SJVN. മുമ്പ് സത്ലജ് ജൽ വിദ്യുത് നിഗം എന്നറിയപ്പെട്ടിരുന്ന SJVN ജലവൈദ്യുത ഉൽപ്പാദനത്തിലും പ്രസരണത്തിലും ഉൾപ്പെട്ടിരിക്കുന്ന നവരത്ന വിഭാഗത്തിലെ ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെയും ഹിമാചൽ പ്രദേശ് സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ നാത്പ ജാക്രി പവർ കോർപ്പറേഷൻ എന്ന പേരിൽ ഇത് 1988 സംയോജിപ്പിച്ചു. കമ്പനിയുടെ 3 ജലവൈദ്യുത നിലയങ്ങളിലൂടെ 1972 മെഗാവാട്ടിന്റെ മൊത്തം പ്രവർത്തന ജലവൈദ്യുത ശേഷിയുണ്ട്. കൂടാതെ ഇതിന് 97.6 മെഗാവാട്ട് കാറ്റാടി വൈദ്യുതിയും 396.9 മെഗാവാട്ട് സൗരോർജ്ജ സ്ഥാപിത ശേഷിയുണ്ട്. Technical performance. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 81.85%, FII 2.39%, DII 4.29%, പബ്ലിക് 11.48%. 2024
ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 907. ഏണിംഗ് പെർ ഷെയർ 2.32. റേഷ്യോസ് 6.47. SJVN ഓഹരി വില രാജസ്ഥാൻ സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചതിനെ തുടർന്ന് ഉയർന്നിട്ടുണ്ട്. ഈ ധാരണാപത്രം അനുസരിച്ച് 5 ജിഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജ് പ്രോജക്റ്റുകളും 2 ജിഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റുകളും വികസിപ്പിക്കാനാണ് SJVN പദ്ധതിയിടുന്നത്. പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ ദീർഘകാല വികസന ലക്ഷ്യങ്ങൾ സാധ്യമാക്കുന്നതിനായി SJVN വിവിധ സംസ്ഥാനങ്ങളുമായി സഹകരണം ശക്തമാക്കുകയാണ്. Q2 SJVN അറ്റാദായം 439 കോടി രൂപയിൽ നിന്ന് 441 കോടി രൂപയായി വർധന രേഖപ്പെടുത്തി. മഹാരാഷ്ട്രയിലെ 505 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് വികസിപ്പിക്കാനും പമ്പ്ഡ് സ്റ്റോറേജ് സംവിധാനങ്ങൾ സ്ഥാപിക്കാനും SJVN മഹാരാഷ്ട്ര സർക്കാരുമായും മഹാഗെൻകോയുമായും ധാരണാപത്രം ഒപ്പുവെച്ചത് ഈ മേഖലയിൽ വലിയ നേട്ടം കൈവരിക്കാൻ കമ്പനിയെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. SJVN പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ മികച്ച പദ്ധതികൾ പ്രവർത്തനക്ഷമമാക്കുകയും വിപുലീകരണത്തിനായി വ്യക്തമായ വഴികൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. 3 അനലിസ്റ്റുകളുടെ തീരുമാനപ്രകാരം SJVNന്റെ സ്റ്റോക്ക് പ്രൈസ് ടാർഗറ്റ് നൽകിയിരിക്കുന്നത് 137ലും സ്റ്റോപ്പ് ലോസ് 71ലും ആണ്. ഓഹരിയുടെ നിലവിലുള്ള പ്രവർത്തനം മിതമായ വളർച്ച സൂചിപ്പിക്കുന്നുവെങ്കിലും ഭാവിയിൽ ആകർഷകമായ നിക്ഷേപ സാധ്യതകളുണ്ട്. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് മുമ്പ് KPI ഗ്ലോബൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ഗുജറാത്തിലെ സൂറത്ത് ആസ്ഥാനമായുള്ള ഒരു സോളാർ പവർ കമ്പനിയാണ്. 2008 സ്ഥാപിതമായ ഇത് KP ഗ്രൂപ്പിന്റെ ഭാഗമാണ്. കമ്പനി സോളാരിസം എന്ന ബ്രാൻഡിൽ സൗരോർജ്ജ പദ്ധതികളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ടെക്നിക്കൽ പെർഫോമൻസ്. ഷെയർ ഹോൾഡിംഗ്. പ്രൊമോട്ടർ 48.77%, FII 9.95%, DII 1.55%, പബ്ലിക് 39.75%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്. നെറ്റ് പ്രോഫിറ്റ് 161. ഏണിംഗ് പെർ ഷെയർ 28.17. റേഷ്യോസ് 19.34. KPI ഗ്രീൻ എനർജി വൈദ്യുതി ഉൽപ്പാദന മേഖലയിലെ വളർച്ചയുള്ള മിഡ് ക്യാപ് സ്റ്റോക്കാണ്. KPI ഗ്രീൻ എനർജിയുടെ ഓഹരികൾ രാജസ്ഥാൻ സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചതിനെ തുടർന്ന് ഓഹരിയിൽ നേട്ടമുണ്ടാക്കി. കമ്പനി അടുത്തിടെ കോൾ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും വലിയ O&M ഓർഡർ നേടി. 300 മെഗാവാട്ട് കപ്പാസിറ്റി ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ PV പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള കരാർ 13.11 ബില്യൺ രൂപയ്ക്ക് ലഭിച്ചു. ഈ കരാർ അടുത്ത 5 വർഷത്തേക്ക് കമ്പനിക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കും. KPI ഗ്രീൻ എനർജി 2025 ജനുവരി 3 ബോണസ് ഇക്വിറ്റി ഷെയറുകൾക്ക് അർഹമായ ഓഹരി ഉടമകളുടെ റെക്കോർഡ് തീയതി പ്രഖ്യാപിച്ചു. 2:1 അനുപാതത്തിലുള്ള ബോണസ് ഷെയർ ഇഷ്യൂ എക്സ്ചേഞ്ചിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ചു. ഓഹരി ഈ മാസം 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 1116നും താഴ്ന്ന നിരക്കായ 417നും ഇടയിൽ വ്യാപാരം നടത്തി. നിലവിൽ ഓഹരി 939 എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറിയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. Q2 വരുമാനം മുൻ വർഷത്തെ അപേക്ഷിച്ച് 67% വർദ്ധിച്ച് 361 കോടിയായി. എബിറ്റയുടെ 86% ഉയർന്ന് 134 കോടിയും നികുതിക്ക് ശേഷമുള്ള ലാഭം 101% ഉയർന്ന് 69 കോടിയായി. മികച്ച പ്രവർത്തന കാര്യക്ഷമതയും ചെലവ് നിയന്ത്രണവും ഈ വളർച്ചയ്ക്ക് മുഖ്യ ഘടകങ്ങളാണ്. KPI ഗ്രീൻ എനർജി വൈദ്യുതി ഉൽപ്പാദന മേഖലയിൽ സ്ഥിരമായ വളർച്ച കൈവരിക്കുന്ന മിഡ് ക്യാപ് സ്റ്റോക്കായി മാറുകയും മികച്ച ഓർഡർ ബുക്ക്, സാമ്പത്തിക പ്രകടനം, ബോണസ് ഇഷ്യൂ തുടങ്ങിയവയുടെ പിന്തുണയോടെ ദീർഘകാല നിക്ഷേപങ്ങൾക്ക് നല്ലൊരു അവസരം നൽകുകയും ചെയ്യുന്നു. പ്രഡിക്ഷൻ. ധനം സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസിന്റെ കണ്ടെത്തൽ പ്രകാരം സ്റ്റോക്ക് ഒരു അപ്പ് മൂവ്മെന്റ് നടത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൺക്ലൂഷൻ. 2025 ഹരിത ഊർജ്ജ മേഖലയിലെ നയ പിന്തുണയും സാങ്കേതിക മുന്നേറ്റങ്ങളും നിക്ഷേപ സാധ്യതകളെ കൂടുതൽ ആകർഷകമാക്കി മാറ്റുന്നു. SJVN, KPI ഗ്രീൻ എനർജി, JSW എനർജി തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു.
ഭാവിയിലെ സുസ്ഥിര വളർച്ച ലക്ഷ്യമാക്കി പ്രാധാന്യം നൽകുന്ന ഹരിത ഊർജ്ജത്തിൽ മികച്ച തിരിച്ചുവരവുകൾ കണ്ടെത്താൻ നിക്ഷേപകരെ പ്രാപ്തരാക്കുന്നു. 2025-ൽ ഈ സ്റ്റോക്കുകൾ പുതിയ അവസരങ്ങൾക്കായി ഒരു ആവേശകരമായ വർഷമാക്കി മാറ്റുന്നു. Thank you.